അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്തു എന്ന് പറഞ്ഞപ്പോൾ അവിടെ വമ്പിച്ച കയ്യടി. എവിടെയാ നിങ്ങൾ നിൽക്കുന്നത്? അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്ത് ഞങ്ങളുടെ മിടുക്കാണെന്ന് എന്താ സംശയം? ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാനുള്ളതാണ് ഈ സഭ. നിങ്ങൾ കുറെ ആളുകൾ സംസാരിക്കും, മണിക്കൂറുകൾക്ക് കൂടുതൽ കിട്ടിയാൽ സമ്മതിച്ച്, അതുകൊണ്ടൊന്നും ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും? ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ ദയനീയ അവസ്ഥയെ നിങ്ങൾ എത്ര ആൾ അതരവയാമം നടത്തിയാലും അതിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇതിവിടുത്തെ പ്രതിപക്ഷത്തിന്റെ കരുത്താണ് പ്രകടിപ്പിക്കുന്നത്. മറ്റത് അടിയന്തര പ്രമേയം എടുത്താൽ ഞങ്ങളൊന്ന് അവതരിപ്പിച്ച് ഞങ്ങളെ പ്രതിപക്ഷ നേതാക്കന്മാർ നന്നായിട്ട് സംസാരിച്ചു പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മന്ത്രിമാരിൽ വിശ്വാസമില്ല. സംഗതി എല്ലാം ഭദ്രമാണെങ്കിൽ ഒരു മന്ത്രി മറുപടി അറിഞ്ഞാൽ പോരെ. ഇത് ഈ 2 മണിക്കൂർ എല്ലാവരെ കൊണ്ടും ചർച്ച ചെയ്യിക്കുന്നത് നിങ്ങൾക്കതിൽ വിശ്വാസമില്ലാഞ്ഞിട്ടാണ്. പിന്നെ ഞങ്ങളുടെ ആവശ്യം തന്നെ എന്താ? സഭ നിർത്തി വെച്ച് ചർച്ച ചെയ്യണ്ട. അപ്പൊ ഞങ്ങളുടെ ആവശ്യം അംഗീകരിക്കുമ്പോൾ ഞങ്ങളാ കൈയടിക്കണ്ടേ? അല്ലാതെ നിങ്ങൾ ഇതിൽ കൈയടിച്ചിട്ട് അങ്ങനെ എന്തോ നേടി എന്ന് വരുത്താൻ ശ്രമിക്കുന്നത് ശരിയല്ല സാർ എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. പിന്നെ സാർ, ഇങ്ങനെ ഈ സർക്കാർ ആശുപത്രികളിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടത് വരുന്നത് കൊണ്ട്, ശസ്ത്രക്രിയകൾക്കും മറ്റും കാത്തു നിൽക്കേണ്ടി വരുന്നത് കൊണ്ട് ഇവിടെ സ്വകാര്യ മേഖലയെ ആരാ സഹായിക്കുന്നത്? നിങ്ങളുടെ ഈ സമീപനം കൊണ്ട് സഹായം കിട്ടുന്നത് സ്വകാര്യ മേഖലക്കാണ്. ഞങ്ങൾ ഈ അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ഇവിടെ തകർന്ന് തരിപ്പണമായ ആരോഗ്യരംഗത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇതിന് അനുസൃതമായ നടപടികൾ ഉണ്ടാവണം എന്ന് ഞങ്ങൾ സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. ടി.ഐ. മധുസൂദനൻ, അങ്ങേക്ക് 8 മിനിറ്റ് സംസാരിക്കാം. ടി.ഐ. മധുസൂദനൻ സാർ, അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് കേരളത്തിലെ സർക്കാർ സന്നദ്ധമാകുമ്പോൾ ഇത്രമാത്രം വേവലാതി UDFിൻ്റെ പ്രതിനിധികൾക്കുണ്ടാകും എന്നുള്ളത് പ്രകടമാവുന്നതാണ് പ്രമേയ അവതാരകൻ്റെ അവതരണം. കേരളത്തിലെ ചില ഒറ്റപ്പെട്ട കാര്യങ്ങളെടുത്ത് കേരളത്തിലെ ആരോഗ്യരംഗമാകെ പ്രതിസന്ധിയിലാണ് എന്ന് വരുത്തി തീർത്ത് നിങ്ങൾ ആരെ സഹായിക്കാനാണ് പോകുന്നത് എന്നത് കൃത്യമായി വ്യക്തമാക്കുന്നതിന് ധൈര്യം കാണിക്കണം, സന്നദ്ധത കാണിക്കണം. കാരണം കേരളത്തിലെ ഗവൺമെൻറ് കൃത്യമായിട്ടുള്ളൊരു നയം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. നിങ്ങൾ കോർപ്പറേറ്റുകൾക്ക്, കമ്പോള ശക്തികൾക്ക് വിധേയപ്പെട്ട് പൊതു ആരോഗ്യ സംവിധാനത്തെ തകർത്ത പാരമ്പര്യമുള്ളവരാണ്. എന്നാൽ സാധാരണ ജനങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിൽ ഈ പൊതു സംവിധാനത്തെ ശക്തിപ്പെടുത്തി പോകുന്നതിനാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനതിൻ്റെ വിശദീകരിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. UDF സർക്കാരിൻ്റെ 5 വർഷം നിങ്ങൾ ഈ പൊതു ആരോഗ്യ സംവിധാനത്തിന് നീക്കിവെച്ചത് 20,011 കോടി രൂപയാണ്. കഴിഞ്ഞ 4 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നീക്കിവെച്ചത് 51,250 കോടി രൂപയാണ്. ഈ പൊതുമേഖലാ സംവിധാനത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെൻറ് എത്രമാത്രം പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ കണക്ക്. നിങ്ങളിത് കുറേ കാലമായല്ലോ തുടങ്ങിയിട്ട്. നിങ്ങൾക്ക് ഈ ആരോഗ്യമന്ത്രിയെ കാണുമ്പോൾ വിഷമം, ആരോഗ്യ വകുപ്പിനെ കാണുമ്പോൾ ആകെ വേവലാതി. കാരണം ഇത് കൃത്യമായിട്ടും ഫലപ്രദമായിട്ടും മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ടല്ലേ വ്യക്തിപരമായിട്ട് ആരോഗ്യമന്ത്രിയെ കടന്നാക്രമിക്കുന്നതിനോട് നീക്കം നിങ്ങൾ നടത്തിയത്. എന്തെല്ലാം പറഞ്ഞത്? വീണ ജോർജിൻ്റെ രാജി എഴുതി വാങ്ങി വാർത്ത വായിക്കാൻ വിടണം. മുഖ്യമന്ത്രിയോട് മുരളീധരൻ്റെ ആഹ്വാനമാണ്. ആരോഗ്യമന്ത്രി നടത്തുന്നത് PR ജോലി, രാജിവെക്കണം. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളതാണ്. ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടാണ് വീണ ജോർജ് കരഞ്ഞത്. അത് കഴുതക്കണ്ണീരായിരുന്നു. ബഹുമാന്യനായിട്ടുള്ള ആരാധ്യനായിട്ടുള്ള തിരുവഞ്ചൂർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ്. ഏത് ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടാണ് ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി കരഞ്ഞത്? ഇത്രമാത്രം അപമാനകരമായ രീതിയിൽ പരിണതപ്രജ്ഞനായിട്ടുള്ള ഒരാൾ പ്രതികരിക്കാൻ പാടുണ്ടോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. പിന്നെയോ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ള കാര്യം ഞങ്ങൾ മറക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞതൊരു വലിയ സീറോ ആണ് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പ്രതിഷേധങ്ങൾ നേരിടാൻ ഭയം, കെട്ടിടം താഴെ വീണത് ഭരണവൈകല്യം കൊണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ടുള്ളത് നിങ്ങളല്ലേ? ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയെ വേട്ടയാടിയിട്ട് കേരളത്തിലെ ആരോഗ്യരംഗത്തെയും ഈ ഗവൺമെൻറ്റിനെയും ക്ഷീണിപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് അങ്ങ് അറ്റത്ത് വെച്ചിട്ട് വന്നാൽ മതി. അതൊന്നും ഇവിടെ ചിലവാകാൻ പോകുന്നില്ല എന്ന് തന്നെ പറയാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതെ,
ഈ രംഗത്ത് ഞങ്ങൾ നടത്തുന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. എളമരം കരീം MP-യുടെ PA രാഹുൽ, വലിയ IT വിദഗ്ധനായിട്ടുള്ള ചെറുപ്പക്കാരനാണ്. ദില്ലിയിൽ എയിംസിലായിരുന്നു കോവിഡ് ബാധിച്ചിട്ട് ആ ചെറുപ്പക്കാരനെ പ്രവേശിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഡോക്ടറാണ്. ദില്ലിയിൽ ചെന്നു. ആളുകളിങ്ങനെ ഈ വഴിയിലൊക്കെ ഇങ്ങനെ മരിച്ചു വീഴുന്നു. വീൽ ചെയറിൽ ആളുകൾ കടന്നു മരിക്കുന്നു. ഒരു ചികിത്സാ കാര്യവും കിട്ടുന്നില്ല. അവസാനം വലിയ നിലയിൽ ഇടപെടൽ നടത്തി ആ ചെറുപ്പക്കാരനെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഈ കേരളത്തിലാണ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. ഇന്ന് അദ്ദേഹം ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള IT കമ്പനിയുടെ മേധാവിയായിട്ട് പ്രവർത്തിക്കുന്നു. ഞാൻ അഭിമാനത്തോടു കൂടിയിട്ട് പറയുന്നു, ഈ ആരോഗ്യ വകുപ്പിൻ്റെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നേട്ടമാണ് ജീവിതം കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഈ നിലപാട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങളൊരു ഹെലികോപ്റ്റർ വാടക എടുക്കുമ്പോൾ എന്തൊക്കെ ആക്ഷേപമായിരുന്നു ഈ കേരളത്തിൽ പറഞ്ഞു വരുത്തിയത് മുഖ്യമന്ത്രിക്കെതിരായിട്ട്, ഈ ഗവൺമെൻറ്റിനെതിരായിട്ട്. ആ എയർലിഫ്റ്റിംഗ് സൗകര്യം ഹെലികോപ്റ്റർ ഉണ്ടായതുകൊണ്ടല്ലേ ഐസക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അവയവങ്ങൾ മറ്റുള്ളവരിലേക്ക് ജീവനായിട്ട് പകർന്നു നൽകാൻ കേരളത്തിൽ ആരോഗ്യ വകുപ്പിന് സാധിച്ചത്. എത്രയെത്ര അനുഭവങ്ങൾ ഈ കേരളത്തിലുണ്ട്. നിങ്ങൾ ഈ ഗവൺമെൻറ്റിനെ, ഈ ആരോഗ്യ വകുപ്പിനെ ഇങ്ങനെ പറഞ്ഞ് നിങ്ങൾ എന്തിനാ ഇത് മോശം മോശം എന്ന് പ്രചരിപ്പിച്ച് ആരെ സഹായിക്കാനാണ്? നിങ്ങൾ ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, UDF ഭരിക്കുന്ന, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഈ രാജ്യത്ത് അവിടെയെല്ലാം എന്താ സ്ഥിതി?